ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു കറക്കത്തിനുമാണ്. വേറെ ഒന്നുമല്ല, ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനുമാണ്. നമ്മുടെ അച്ഛൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒരു ഫംഗ്ഷന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഷനും പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് സാരി ഉടുത്തേക്കുന്നതിൻ്റേതായിട്ടൊരു ടെൻഷനും ഒക്കെ ഉണ്ട്. എന്തേലും ആട്ടെ. പിന്നെ നാണ്ട എതുക്കുട്ടിൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് ഗായ്സ്. ഈ കാറിൻ്റെ പുറകിൽ നിന്ന് ചവിട്ടി മെതിക്കുക. നല്ല വൃത്തിക്കെടുത്ത സാരി അവൻ ചവിട്ടി മെതിച്ച് ഒരു പരുവാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കറങ്ങി തിരിഞ്ഞ് നമുക്ക് വഴി തെറ്റിപ്പോയായിരുന്നു ഗൈസ് പകുതി വെച്ച്. അങ്ങനെ വഴിയെല്ലാം തെറ്റി കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്നപ്പോൾ തന്നെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്തായാലും വന്നതല്ലേ എന്നോർത്ത് എല്ലാവരോടും, ഇതുവരെ കാണാത്തവരോടും കണ്ടവരോടും ഒക്കെ ആയിട്ട് എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം അവിടെ നിന്ന്. അതെല്ലാം കഴിഞ്ഞ് അകത്തൊക്കെ കയറിയപ്പോൾ തന്നെ എല്ലാവരും കഴിക്കുന്നു. നമ്മൾ ആദ്യം ഒന്ന് ചമ്മി, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെറുക്കനെ പെണ്ണും കാണണമല്ലോ. അപ്പോൾ അതിനൊക്കെ കയറി എല്ലാവരെയും ഒന്ന് കണ്ട് ചിരിച്ചൊക്കെ കാണിച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. അതാണ് മെയിൻ, ഫുഡ് അടിയാണ് നമുക്ക് മെയിൻ. നമ്മൾ ഫുഡ് അടിക്കാൻ കയറി. അവിടെ ഇരുന്ന് വീണ്ടും കട്ട പോസ്റ്റ്. പിന്നെ കുറേ നേരം നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് വന്നു. ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ചോറും ബീഫും മീൻകറിയും എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു ഫുഡായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോൾ ഇത് കൂട്ടം വീണ്ടും തുടങ്ങി ബഹളം. പിന്നെ അതിനകത്തിരുന്നൊരു പ്ലാസ്റ്റിക് പൂവാണേ, അതെടുത്ത് കൊടുത്തു. അതും പിടിച്ച് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ അത് പൊക്കി പിടിച്ചുകൊണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടേക്കുന്നു. ഡെക്കറേഷൻ ഏട്ടൻ്റെ കലാവിരുതേ, എന്താ പറയുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും എല്ലാവരോടും കഥയൊക്കെ പറഞ്ഞ് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.